തിരുവനന്തപുരത്തേക്ക് വന്നാൽ അവിടെ ക്ഷേത്ര കമ്മിറ്റികൾക്കെതിരെ കേസ്. പൂജപ്പുരയിൽ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട റോഡിന് കുറുകെ കമാനങ്ങൾ സ്ഥാപിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. ത്രിവിക്രമംഗലം മഹാവിഷ്ണു ക്ഷേത്രം, അരയല്ലൂർ ദേവീക്ഷേത്രം, പാങ്ങോട് കാവിൽ ശ്രീ ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെയാണ് FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിനോദ്, എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം? രഞ്ജിത്ത്, പൂജപ്പുര സ്റ്റേഷൻ പരിധിയിലാണ് ഈ അമ്പല കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെയുള്ള കേസ് എടുത്തിരിക്കുന്നത്. പൂജപ്പുര സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ത്രിവിക്രമംഗലം മഹാവിഷ്ണു ക്ഷേത്രം, അരയല്ലൂർ ദേവീക്ഷേത്രം, പാങ്ങോട് കാവിൽ ഭഗവതി ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾക്കെതിരെ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനുൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം തന്നെ ഉത്സവം നടക്കുകയാണ്. ഉത്സവ സീസണാണ്. പ്രത്യേകിച്ച് ഈ തെക്കൻ ജില്ലകളിലൊക്കെ തന്നെ ഉത്സവം നടക്കുന്ന ഒരു സമയമാണ്. വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ്. ഈ റോഡിന് കുറുകെ കമാനങ്ങൾ കെട്ടി എന്നതാണ് ഇതിൽ കുറ്റമായി പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഭാരവാഹികളുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് ഇതിൽ വലിയ പ്രതിഷേധമുണ്ട്. കാരണം CPM-ന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ റോഡുകൾ അടച്ച് അവിടെ ഗാനമേള ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കലാപരിപാടികൾ, പാർട്ടി സമ്മേളനത്തിന് പുറമെ സമ്മേളനങ്ങൾ കഴിഞ്ഞ ശേഷം കലാപരിപാടികൾ പോലും നടക്കുന്ന തരത്തിൽ റോഡുകൾ ബ്ലോക്ക് ചെയ്ത്, അത് കമാനങ്ങളല്ല, ഗതാഗതം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ റോഡ് ബ്ലോക്ക് ചെയ്യുന്നതാണ്. അത് ഹൈക്കോടതിയുടെ മുമ്പിൽ വരെ എത്തിയ സംഭവവും ഹൈക്കോടതി വിമർശനം ഏൽക്കേണ്ടി വന്ന കാര്യവുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത് സർക്കാർ സംവിധാനം CPM ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഈ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് റോഡിന് മുകളിൽ കമാനം കെട്ടുന്നത്. അത് വാഹനഗതാഗതത്തിലല്ല എന്ന കാര്യം ഈ ഭാരവാഹികൾ പറയുന്നുണ്ട്. അങ്ങനെ കമാനം കെട്ടി എന്നതിന്റെ പേരിൽ മാത്രം പൂജപ്പുര പോലീസ് വ്യാപകമായി ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ കേസെടുത്തത് എന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. തിരുവനന്തപുരത്തെ 3 ക്ഷേത്ര കമ്മിറ്റികൾക്കെതിരെയാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. പോലീസ് റോഡിൽ കമാനം കെട്ടി എന്നതാണ് ചേർത്ത് വെച്ചാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നടപടിയിലേക്ക് പോലീസ് സംവിധാനം കടന്നിരിക്കുന്നത്. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.